ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും ഇഷമോളും ഞങ്ങളെ ഫാമിലിയൊക്കെ ആയിട്ട് ഞങ്ങളിപ്പോൾ വയനാടാണ്. വയനാട് നമ്മളെ പൂക്കോട് ലേക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. അതായത് എക്സോട്ടിക് ബേർഡ് പാർക്ക്. ഇതിൻ്റെ പേര് ജംഗിൾ ബുക്ക് എന്നാണ്. ജംഗിൾ ബുക്ക് ബേർഡ്സ് പാർക്കാണ്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ഇങ്ങനെയാണ് വരുന്നത്. ഞങ്ങളിങ്ങനെ ഇതിലേക്ക് കയറി പോവാണ്. ഇതിൽ ഫിഷ് സ്പാ ഉണ്ട്, അതേപോലെ ഫിഷ് ഫീഡിങ് ഉണ്ട്, ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ റേറ്റ് ഇങ്ങനെയാണ് വരുന്നത്. എവിടേക്കാണ് ഈ പോണേ? ഇതാണ് നമ്മളെ ഇനുമോൾ. അപ്പോൾ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ എന്താ സംഭവം ആൾക്കാർക്ക് നോക്കണ്ടല്ലോ. ഇവിടെ ഒരു ഒട്ടക പക്ഷിയുണ്ട്. ഇതെന്താണ് ഇനുമോളെ? എന്താ ഇഷമോളമ്മ വാ, നമ്മൾ ആണ്ട് പോവാ. ഇവിടെ ഒരു ഒട്ടക പക്ഷി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ നേരെ കുറച്ച് ഇങ്ങനെ ഉണ്ട് മുന്നിലേക്ക് പോയാൽ ഇവിടെ ചെറിയൊരു പോട്ടുണ്ട്. നേരെ കുറച്ചിങ്ങനെ മുന്നിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫിഷ് ഫീഡിങ് പരിപാടിയുണ്ട്. ഫീഡിങ്ങിന് ഇവിടെ ഒരുപാട് ഫിഷുകളുണ്ട്. ഒട്ടകം നമ്മളിങ്ങനെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കൈക്ക് ഇങ്ങനെ വരും. ഭയങ്കര രസമാണ്. നമുക്കൊരു ഫീഡ് ചെയ്യുന്ന ഇവരെ ഫീഡിങ് നമ്മളിട്ട് അവർ തരും കേട്ടോ. നമുക്ക് കുറച്ച് മുമ്പ് തന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളത് കൊടുത്തു. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് വ്ളോഗ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇനിമോൾ കൈ വെച്ചാ ഒന്നുകൂടി വെക്ക്. ഒട്ടൊക്കെ പക്ഷേ എണീറ്റിട്ടുണ്ട് കേട്ടോ. കൈ വെക്ക്, വേഗം വെച്ചൂട്. അത് കഴിഞ്ഞു നമ്മൾ നേരെ ഇങ്ങനെ വരാം. ജംഗിൾ ബുക്ക് വയനാട് ഫിഷ് ഫീഡിങ്. ഇവിടെയാണ് ഫിഷ് സ്പാ വരുന്നത്. ഇത് വയനാട്ടിലത്തെ ഫസ്റ്റ് എക്സോട്ടിക് ബേർഡ് പാർക്ക് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഇവിടെ ദാപ്പം ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ മീൻ ഇങ്ങനെ കാലം നമുക്കിതൊരു 10 മിനിറ്റാണ് ഈ ഒരു ടൈം വരുന്നത്. 60 രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് പെർ ഹെഡ് വരുന്നത്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണം. എന്ത് സാധനം കാണിച്ചിട്ട് അവിടേക്ക് 1 മിനിറ്റ്. കുറച്ച് കഴിഞ്ഞിട്ട് പോവാം, അത് കഴിഞ്ഞിട്ട് പോവാം. എന്താ കാണിച്ചിട്ട് കാണിച്ചിട്ട് എന്താണ് ഈ കാണിച്ചു തരാനുള്ളത്? എവിടെ? എന്താണ് കാണിച്ചു തരുന്നത്? എന്താ മൊയല്ലേ? മൊയിലുണ്ട്. പിന്നെ അതെന്താണ്? കൊക്കോ ഇവിടെ എന്ത് രസം. ഫിഷ് സ്പായിലേക്ക് പോവാണ്. ഫസ്റ്റ് നമ്മളിങ്ങനെ കാലൊന്ന് കഴുകാം. അല്ല, ഇത് ഫുള്ള് ചളിയല്ല. ഇതെന്താ? എന്നാ എന്തിനാ? പൊട്ടാസ്യം ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കാല് ക്ലീൻ ആവാനാന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഇരിക്കുക. കൊടുക്കണോ? ഉണ്ടല്ലോ. ഇനി മോളുണ്ടാ? അപ്പോൾ ഇവിടെ കുറച്ച് മീനുണ്ട്. കാലിന് ഇതിൽ വെക്കാം. വെക്കുമ്പോൾ തന്നെ ഫുൾ മീനുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഭയങ്കര രസമാണ്. ഇതിങ്ങനെ കൊത്തി തിന്നുന്നുണ്ട്. ഇളക്കരുത്. കുറേ മീനുകളുണ്ട്. കുറേ മീനുകളുണ്ട്. മീനിങ്ങനെ അവരിങ്ങനെ പൊതിഞ്ഞിടുന്നത്. ഫുൾ മീനുകൾ ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇത് ഏകദേശം എത്ര മീൻ ഉണ്ടാവും? ഇത് ഏത് ഫിഷാ? ഡോക്ടർ ഫിഷോ? ഡോക്ടർ ഫിഷ് എന്ന് പറഞ്ഞൊരു ഫിഷാണിത്. ഓ, പണ്ട് ഇങ്ങനെ വന്നിട്ടില്ലല്ലോ. എന്തുണ്ട് ഇങ്ങനെ വരുന്നേ? ഇത് വൃത്തിയുള്ളതുകൊണ്ടാവും ഇങ്ങനെ വരുന്നത്.
ഇനിമോള് ചാടത്തുണ്ട്. കാല് മൊത്തം ഇങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടാ. ഭയങ്കര രസമായിട്ടാണ്. 60 രൂപക്ക് മുതലാണോ ഇല്ല എന്നുള്ളത് പറയുകയാണെങ്കിൽ സംഭവം ഒരു വർത്തി പരിപാടി തന്നെയാണ്. അങ്ങനെ നമ്മളെ ഫിഷ് സ്പാ കഴിഞ്ഞിട്ടുണ്ട്. സംഭവം അടിപൊളിയായിരുന്നു. ഒരു 10 മിനിറ്റാണ് നമ്മൾക്ക് അതിൻ്റെ ഒരു ടൈമിംഗ് ഉള്ളത്. സംഭവം നൈസാണ്. ഡോക്ടർ ഫിഷ് എന്ന് പറഞ്ഞൊരു ഫിഷാണ് അത്ര. അവർ നമ്മളെ കാലിലിങ്ങനെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യും. നല്ല ഇങ്ങനെ മസാജ് ചെയ്യുന്ന പോലെ അവരിങ്ങനെ നമ്മളങ്ങനെ കൊത്തി അവരിങ്ങനെ കഴിക്കും. പിന്നെ അതുപോലെ നമ്മൾ കയറുമ്പോൾ പൊട്ടാസ്യത്തിൻ്റെ ഒരു ലൈനിൽ കാല് മുക്കിയതിൻ്റെ ഒക്കെ ശേഷമാണ് അതിൻ്റെ ഉള്ളിൽ കയറുന്നത്. അങ്ങനെ ഫിഷ് സ്പാ കഴിഞ്ഞു. ഇനി നമ്മൾ വയനാട് ബേർഡ് സ്റ്റേഷൻ പൂക്കോട്. അപ്പോൾ അതിൻ്റെ എൻട്രിയാണ് ഈ ഒരു സംഭവം. ഇവിടെയാണ് ബേർഡ്സിൻ്റെ ആകെ മൊത്തം പരിപാടികളൊക്കെ കിടക്കുന്നത്. നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിൽ പോയേക്കാം. കുറേ പക്ഷികളുടെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്. റെസ്പെക്റ്റഡ് കസ്റ്റമേഴ്സ്. ഇവിടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് വരുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് നേരെ നമുക്കിങ്ങനെ പോയി നോക്കാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൊടുത്തു. നമ്മൾ ഇതിൻ്റെ നേരെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ വയനാട് ജംഗിൾ ബുക്ക് എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഒരു മരം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മരത്തിൻ്റെ മുകളിലാണ് ഇതിൻ്റെ പക്ഷികളൊക്കെ നിൽക്കുന്നത്. കുറേ പക്ഷികളുണ്ട്. ഇനിമോള് വാ. നമുക്കൊരു ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം തരും. ഇതേത് ബേർഡാ? സൺകുണൂർ എന്ന് പറഞ്ഞൊരു ടൈപ്പ് പക്ഷികളാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ തീറ്റ എങ്ങനെ വെച്ച് കൊടുക്കാം, വരുന്നുണ്ടോ നോക്കാം. എൻ്റെ മുകളിലും തലയിലൊക്കെ ഒന്ന് കയറിയിരിക്കുന്നുണ്ട്. ഏറെപ്പാൻ്റെ അടുത്ത് 2 എണ്ണം വന്നിട്ടുണ്ട്. നമ്മളെടുത്ത് തരുന്നില്ല. വന്നാ ഒന്ന് നമ്മളെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കയ്യിലൊന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ കൊത്തി തിന്നത് കാണാൻ ഭയങ്കര രസമാണ്. ഇത് പിടിച്ച ഇതിനോടെ തലയിൽ വെച്ചെടുത്തോക്കാം. പേടിക്കുവാണെങ്കിൽ അത് പോയി. അപ്പിട്ടോട്ടെ. അവളെ തലയിൽ ഇങ്ങനെ വെച്ചെടുത്തോക്ക്. അല്ല, ഇതിങ്ങനെ പിടിച്ചിട്ട് അവരെ ഇട്ട് കൊടുക്കാമല്ലോ. വിഷമോളെ നിൽക്കി അവരൊന്ന് പോയി കയറാം. മെല്ലെ താത്ത്, മെല്ലെ താത്തുക. മെല്ലെ താത്തിരി കുട്ടീൻ്റെ അടുത്ത് കൊടുക്ക്. അവളെ തലയിലാക്കി കൊടുത്തോക്ക്. അതൊക്കെ ഇഷ്ടമോളെ മോൾക്കൊക്കെ
അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് കിളികളാണ്. ഇനി അതിൻ്റെ ശേഷം നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് പോവാണ്. ഇവിടെ ഉള്ളത് വേറെ ടൈപ്പാണ്, വലിയ കിളികളാണ്. അതിൻ്റെ പേരെന്താണെന്നൊക്കെ നമ്മൾ ചോദിച്ചു നോക്കാം. അതിൻ്റെ മുമ്പ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. ഇതേതാ, ഇതിൻ്റെ പേരെന്താ? മക്കാവോ. മക്കാവോ എന്ന് പറഞ്ഞ സംഭവമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പഞ്ചവർണ്ണ തത്ത അല്ലേ? ഇത് തന്നെ കൊക്കറ്റോ. എന്താ കൊക്കറ്റോ എന്ന് പറഞ്ഞാൽ ഇവരെ കാറ്റഗറി തന്നെയാണ് അല്ലേ? ഇവരെ കാറ്റഗറി തന്നെ വേറെ ടൈപ്പാണ്. ഫീഡിങ് ഇല്ല. ഇത് നമ്മളെടുത്തേക്ക് വരുമോ? ആ, ഇത് കടിക്കും. അപ്പം അതുകൊണ്ട് ഫീഡിങ്ങിൻ്റെ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഫീഡിങ്ങൊക്കെ ആ ഒരു സെക്ഷനിൽ മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ അടുത്തുനിന്ന് ഇങ്ങനെ നോക്കാം. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് പോവാണ്. ഇവിടെ നമുക്ക് 1, 2, 3, 4 അവിടെ ഒരുപാട് കിളികൾ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫീഡിങ് ഉണ്ട്. ഇതേതാ? പൈനാപ്പിൾ കൊക്കോ. നമുക്ക് ഫീഡിങ് ഉണ്ട്. ഇവിടെയും ഫീഡിങ് ഉണ്ട്. ഇവിടെയും ഫീഡിങ് വരുന്നുണ്ട്. നമുക്ക് ഫീഡിങ് കൊടുത്ത് നോക്കാം. സൈസ് വരില്ല. നിൽക്കണം. എന്താ അവിടെ നിന്നല്ല? സുമിയ ഇങ്ങോട്ട് വാ, ഇപ്പുറത്തേക്ക് വാ. ഇപ്പുറത്ത് എൻ്റെ കൈ കൊണ്ട് ഈ ക്യാമറൻ്റെ ഇത് ഈ 0.5 നിൽക്കാൻ പറ്റുമോ? ഭയങ്കര രസമായിട്ട് നമ്മളെ കയ്യിലിങ്ങനെ നിൽക്കുന്നുണ്ട്. മെല്ലെ ഇങ്ങനെ ഫീഡ് ചെയ്യുന്നൊരു ടൈപ്പാണ്. എൻ്റെ അടുത്ത് കയറുന്നില്ല. ഇതിൻ്റെ പിടിക്കാതെ വേറെ ഏതൊരു പിടിക്കുക. ഹായ് ഹായ്. ഭയങ്കര രസമായിട്ട് സിമ്പിളായിട്ടാണ് അവരിങ്ങനെ ഫീഡ് ചെയ്യുന്നത്. നമ്മളിതിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ട്. നമ്മളെ പേടിയൊന്നുമില്ല. ഭയങ്കര രസമായിട്ട് ഇതിങ്ങനെ സിമ്പിളായിട്ട് ഫീഡ് ചെയ്യും. മുൻപ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കൊടുക്കുന്ന എന്താ സംഭവം? ഈ കൊടുക്കുന്ന വിത്ത് എന്താ? സൺഫ്ലവർ സീഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഭയങ്കര രസമായിട്ട് ഇങ്ങനെ ഫീഡ് ചെയ്യുന്നുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര രസമായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൺഫ്ലവർ സീഡാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളിങ്ങനെ അടുത്ത് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഭയങ്കര വലിയ കണ്ണുകളാണ്. പെട്ടെന്ന് ഇണങ്ങുന്നൊരു ടൈപ്പാണെന്ന്. അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോകുന്നത് അടുത്തൊരു സെക്ഷനിലേക്കാണ്. ഇവിടെ എന്തൊക്കെ സംഭവങ്ങളുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഉള്ളത് പാമ്പ്.
നല്ലൊരു പാമ്പുണ്ട്. അൽബിനോ ബാൾ ഹൈത്തോൺ എന്നൊരു സംഭവമാണ് ഇതിൻ്റെ ഉള്ളിൽ. അത് ഈ ഒരു സെക്ഷനിലാണ് കിടക്കുന്നത്. ഓ, ചത്ത് കിടക്കുന്ന പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇവിടെ. ഇതേത് പാമ്പാ? ബോൾ പൈത്തോണോ? രണ്ടും സെയിമാ? ഓക്കെ. ബോൾ പൈത്തോൺ എന്ന് പറഞ്ഞത് രണ്ടും സെയിമാണ്. മറ്റേത് ചെറുതാണ്, ഇതിൻ്റെ ഒരു വലുതാണ് സംഭവം അവിടെ കിടക്കുന്നത്. അനങ്ങാതെ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് വിഷമുള്ള ടൈപ്പാ? അത് വിഷമില്ലാത്തൊരു ടൈപ്പാണ് കേട്ടോ. പിന്നെ ഇവിടെ വേറൊരാളുണ്ട്. ഇതിൻ്റെ പേരെന്താ? ഇഗ്വാന. ഇത് മേത്തുക്ക് വരുമോ? കുടിക്കാൻ പറ്റുമോ? കുടിക്കാൻ നമ്മൾ എടുക്കാനൊക്കെ എക്സ്ട്രാ പേയ്മെൻ്റ് ആണ് ഇവർ ചോദിക്കുന്നത്. ഇത് എത്ര പേയ്മെൻറ്റ്, എക്സ്ട്രാ പേയ്മെൻറ്റ് വരുന്നത്? ഇഗ്വാന 50, ബോൾ പൈത്തോണിന് 150 അല്ലേ? 150. പിന്നെന്താ വേറെ? മക്കോ മറ്റേ നമ്മൾ നേരത്തെ കണ്ട സാധനം. ഓക്കെ, അതിനെത്ര വരുന്നത്? 100 ദിർഹമാണ് ആ സംഭവത്തിന് വരുന്നത്. ഭയങ്കര രസമായിട്ട് നമുക്ക് കാണാം. സിമ്പിളായിട്ട് എല്ലാവരും അനങ്ങാതിരിക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനൊക്കെ നമ്മൾക്ക് ടച്ച് ചെയ്തിട്ടൊക്കെ എടുത്തിട്ടൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ആണുള്ളത്. അത് അവർ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു പേയ്മെൻറ്റ്. ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു സെക്ഷനിലേക്കാണ് പോകുന്നത്. അടുത്ത സെക്ഷനിൽ എന്താ സംഭവം നമുക്ക് നോക്കാം. ഇവിടെ പഞ്ചവർണ്ണ തത്തുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ടാണ്. ഇതിന് നമ്മൾക്ക് എടുത്തിട്ട് ഫോട്ടോ സംഭവം പരിപാടികളൊക്കെ ഉണ്ട്. അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ആണ്. ഇത് നമ്മൾക്കിങ്ങനെ കാണാം. ഇവിടെ 2 എണ്ണം ഉണ്ട്. നേരത്തെ നമ്മൾ വരുമ്പോൾ അവിടെ വേറെ ഒന്നും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾക്കിങ്ങനെ നേരെ മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ എന്താണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇങ്ങനെ ഒരു കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കയറിപ്പോകാം. ഇവിടെ വരുന്നത് കുറേ ഗുനിയ പിഗാണ്. ഇവിടെ വരുന്നത്. ഗുനിയ പിഗ് നമ്മൾ മെഡിക്കൽ ഫീൽഡിലൊക്കെ റിസർച്ച് നടത്താനൊക്കെ യൂസ് ചെയ്യുന്ന പിഗാണ് ഗുനിയ പിഗ് എന്ന് പറയും. പിന്നെ ഇവിടെ ചെറിയ ഫിഷ് ഉണ്ട്. പിന്നെ വൈറ്റ് റാറ്റ് ഉണ്ട് ഇവിടെ. പിന്നെ ഇതെന്താ, ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. ഇതിൻ്റെ പേരെന്താ എനിക്കറിയില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഷുഗർ ഗ്ലൈഡർ എന്ന് പറയുന്ന സംഭവം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം, ചെറിയ ടൈപ്പ് ഓഫ് എലി. ഇതാണ് ലിയോപാർഡ് ചെക്കോ, എലിക്കുട്ടി അല്ലേ? അതിങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ നേരത്തെ കണ്ട ഒരു സംഭവമുണ്ട്. 2 എണ്ണം ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ എലിവർഗത്തിൽപ്പെട്ട വേറൊരു സംഭവം ഇവിടെ കിടക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വേറെ എൻ്റെ പേരൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ഹെഡ്ജ് ഹോഗ് ഉറങ്ങിക്കണല്ലേ. ഹെഡ്ജ് ഹോഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഫുൾ എലിവർഗ്ഗങ്ങളല്ലേ ഇവിടെ കിടക്കുന്നത്. മംഗോളിയൻ ജെർബിൽ ഇത് ഉറങ്ങിക്കണല്ലേ, എണീറ്റിക്കണം. ഇവരെ കുറച്ച് എലികളുണ്ട്. ഹാംസ്റ്റർ എന്ന് പറഞ്ഞ എലികളുണ്ട് ഇവിടെ. ഇത് കഴിഞ്ഞിട്ട് ബ്രാക്കിപ്പോൾമ ആൽബിസെപ്സ് സ്പൈഡറാണത്. അല്ലോ, ഇവിടെ കുറേ ടൈപ്പ് പക്ഷികളുണ്ട്. ഗോൾഡൻ ഫെസ്നെറ്റ്, എന്താ സിൽവർ ഫെസൻറ്റ്,
ഫെസൻറ്റ്, സിൽവർ ഫെസൻറ്റ്. ബ്രഹ്മ ചിക്കൻ ടൈപ്പ് കോഴിയാണ്, വലിയൊരു കോഴിയാണത്. ഓ, അത് വേറൊരു ടൈപ്പ് കോഴി. ഇവിടെ വേറെ ലവ് ബേഡ്സ് ഉണ്ട്. ലവ് ബേഡ്സ് ആണിത്. തത്തയല്ല, ലവ് ബേഡ്സ്. തത്തനെ പോലെ തന്നെയാണ്. ഇതും വേറെ ടൈപ്പ് ചെറിയ പക്ഷികൾ ഇവിടെ ഉണ്ട്. ഇവിടെ ലവ് ബേഡ്സ് ആണെന്ന് തോന്നുന്നു. ഇവിടെ റെഡ് ലോറി എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് പക്ഷിയുണ്ട് ഇവിടെ. കാലിഫോർണിയ ക്വിൽറ്റ്. ഇതെന്താ? ആഫ്രിക്കൻ ലവ് ബേഡ്സ് ആണിത്. ഇവിടെയൊക്കെ ഉണ്ട് ആഫ്രിക്കൻ ലവ് ബേഡ്സ്. സെനഗൽ പാരറ്റ് ഉണ്ട് ഇവിടെ. ഡയമണ്ട് ഡൗ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇവിടെ. ഇതെന്താണ്? ചാറ്ററിൻ ലോറി. ഇവിടെ സാധനം ചാറ്ററിൻ ലോറി അവിടെ എടുക്കുന്നുണ്ട്. ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? റിഫ്ലക്ഷൻ വന്നിട്ട് കാണാൻ പറ്റുന്നില്ല എല്ലാം പോലെ. ഇവിടെ കോക്ടെയിൽ ഓസ്ട്രേലിയ എന്നുള്ള ടൈപ്പ് ഓഫ് പക്ഷികളുണ്ട് ഇവിടെ. സിമ്പിളായിട്ട് കുറച്ച് പക്ഷികളും കുറച്ച് എലികളെ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എലികളും ഈ ഒരു സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും. സിമ്പിളായിട്ട് നമ്മളിങ്ങനെ കണ്ടു പോവാം. നമുക്ക് അവരെ തൊടാനോ ഫീഡ് ചെയ്യാനോ ഉള്ള പരിപാടികളൊന്നും ഇവിടെ ഇല്ല. ജസ്റ്റ് നമ്മളിങ്ങനെ കണ്ടു നോക്കാം. അപ്പോൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നുള്ളത് നമുക്ക് എക്സിറ്റാണ്. ഇവിടെ കുറച്ച് സംഭവങ്ങൾ എടുക്കുന്നുണ്ട്. അല്ലോ, തുമ്പിരിക്കൈയുള്ള കോഴി. ഓ, പേടിയുണ്ട് എനിക്ക്. ടർക്കിക്കോയാണത്. ഇത് വേറെ. ഇത് ഗിനിക്കോഴി. ഇവിടെ വേറെ ഒരൊന്നും കൂടെയുണ്ട്. അതാ, ഇതെന്താ പൂച്ചയാണോ? ഉറങ്ങിയിരിക്കുന്നു തോന്നുന്നു. അത് വരണേ. എവിടെ കഴിഞ്ഞ് പോകണ്ടേ? ഇത് വരണേ. അങ്ങനെ നമുക്ക് ഇവിടുന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ 2 സ്റ്റാളുകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് ഗാന്ധി ഗ്രാമം പൂക്കോട്, അവരുടെ ഒരു ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് സ്പൈസസിൻ്റെ ഒരു സ്റ്റാളാണ് ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ പിക്കിൾ ഗാലറി, കനവ് പ്രോഡക്റ്റ്, അവരുടെ ഒരു ചെറിയൊരു സ്റ്റാളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ ഈ വക പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇവിടെയും കുറച്ച് ചെടികൾ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂക്കോട് ലേക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ പൂക്കോട് ലേക്കത്തെ വേറൊരു വീഡിയോ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം.